നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന പ്രത്യേകതയും ഈ ബജറ്റിനുണ്ട്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കും പുതിയ വികസന സ്വപ്നങ്ങൾക്കുമിടയിൽ പുതിയ സർക്കാർ അവതരിപ്പിച്ച ഈ ആദ്യ ബജറ്റിനെ നാം എങ്ങനെ വിലയിരുത്തണം? സാധാരണക്കാരുടെ പ്രതീക്ഷകൾ ഈ ബജറ്റ് കാത്തു സൂക്ഷിച്ചോ? കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയും പ്രൊഫസറുമായ കൊച്ചുറാണി ജോസഫാണ്. ഇന്ന് നേർക്കാഴ്ചയിൽ ചേരുന്നത്. ഗുഡ്നസ് ന്യൂസിൽ 50 എപ്പിസോഡിലധികമായി സംപ്രേഷണം ചെയ്യുന്ന സമ്പത്തിന്റെ സുവിശേഷം എന്ന പ്രോഗ്രാം ചെയ്യുന്നതും ടീച്ചറാണ്. ഈ ബജറ്റിൽ പ്രതിപാദിച്ച പല വിഷയങ്ങളും കഴിഞ്ഞ പല എപ്പിസോഡുകളിൽ ആ പ്രോഗ്രാമിൽ പ്രതിപാദിച്ചിരുന്നു എന്നതും ഞങ്ങൾക്കേറെ അഭിമാനം തോന്നുന്ന ഒന്നാണ്. നേർക്കാഴ്ച എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ് ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. കേരളം വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം 5 ലക്ഷത്തില കോടിയിലധികം കടബാധ്യതകൾ നിലവിൽ കേരളത്തിനുണ്ട്. ഒപ്പം വരുമാനത്തിന്റെ 77% ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനൊക്കെയാണ് മാറ്റിവെക്കുന്നത്. ധവളപത്രം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ഒരു പുതിയ ബഡ്ജറ്റിനെ ടീച്ചർ നോക്കിക്കാണുന്നത്? നമ്മുടെ VDS സർക്കാരിന്റെ കന്നി ബജറ്റ്, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇടക്കാല ബജറ്റ് എന്നൊക്കെ വിളിക്കാം. കാരണം അടുത്ത ബജറ്റ് അടുത്ത ഏപ്രിൽ നടപ്പിലാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളാണ്. അപ്പോഴാണ് ഒരു സമ്പൂർണ്ണ ബജറ്റ് വരാൻ പോകുന്നത്. ഇപ്പോഴ് ഒരു ഇടക്കാല ബജറ്റ് അല്ലെങ്കിൽ കന്നി ബജറ്റ് എന്ന് നമ്മളിത് നോക്കിക്കാണുമ്പോൾ VDS നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന്. എന്തൊക്കെ വിസ്മയങ്ങളാണ് ബജറ്റ് സ്പീച്ചിൽ വരുന്നതെന്ന് ആകാംക്ഷയോടുകൂടി ഞാൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ലോകം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാമ്പത്തിക ലോകം എന്ന് പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ധാരാളം സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ കോമേഴ്സ് ആയിട്ട് അല്ലെ ഫിനാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം നോക്കി നിൽക്കുകയാണ് എന്തൊക്കെ വിസ്മയങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. 5,05.7 ലക്ഷം കോടി ഫിസിക്കൽ കടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കടത്തിന്റെ നല്ലൊരു 70% വീട്ടാൻ ഉപയോഗിക്കുന്നത് ശമ്പളം, പെൻഷൻ, പലിശ ഇനത്തിലാണ്. ഈ ബജറ്റിൽ എന്തൊക്കെ വിസ്മയമാണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ ആദ്യം കണ്ട വിസ്മയം സമുദ്ര തീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമുദ്ര തീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്കോണമി ഇന്നുവരെ അങ്ങനെ അത്രയധികം ആരും ചിന്തിച്ചിട്ടില്ല. കാരണം ഒരു മാരിടൈം മ്യൂസിയം അല്ലെങ്കിൽ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിന്റെ നല്ലൊരു ശതമാനം കടലോരമാണ്. കടലോര പ്രദേശത്തുള്ള പ്രശ്നങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം ഒരു മിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മിഷൻ സമുദ്ര ആണ് പ്രഖ്യാപനത്തിന്റെ പേര്, മിഷൻ സമുദ്ര. ഇതിനകത്ത് വരുന്നത് മാരിടൈം മ്യൂസിയം ഉണ്ട്, പോർട്ടുകളുടെ വളർച്ചയുണ്ട്, വിഴിഞ്ഞത്തൊരു ഷിപ്പ്യാർഡ് നിർമ്മിക്കലുണ്ട്. ഇങ്ങനെ ധാരാളം മേഖല 400 കോടി രൂപയോളമാണ് മിഷൻ സമുദ്രയ്ക്ക് മാറ്റിവെക്കുന്നത്. ഇതൊരു വിസ്മയമാണ്, നൂതന കാൽവെപ്പാണ്. കാരണം പലപ്പോഴും പല സാമ്പത്തിക വിദഗ്ധരും കേരളം രക്ഷപ്പെടാനുള്ള സാധ്യതയായിട്ട് 2 മാർഗങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത്: ടൂറിസവും ആയുർവേദവും. കാരണം നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമാണ് കേരളം. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പല തടാകങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല തടാകങ്ങളും പുഴകളും ഇതിന് മനോഹരമാക്കി എടുക്കാവുന്നത് എന്തെല്ലാം ഉണ്ടെന്നൊക്കെ. അപ്പം ആ രീതിയിലൊക്കെയുള്ള ഒരു വളർച്ചയെ കുറിച്ച് എല്ലാവരും ചിന്തിക്കാറുണ്ട്. പക്ഷെ സമുദ്ര തീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളർച്ചയെ കുറിച്ച് ശ്രീ വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചപ്പോഴും ഒരു നൂതന പാത അദ്ദേഹം വെട്ടിത്തെളിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് അദ്ദേഹത്തിന്റെ ബജറ്റിന്റെ പ്രത്യേകത കാണുന്നത്, ഞാനൊരു വിദ്യാഭ്യാസ രംഗത്തുള്ള ആളായിരിക്കൊണ്ടായിരിക്കാം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം ഊന്നൽ നൽകി. കാരണം നമ്മുടെ കുട്ടികൾ പുറത്തോട്ട് പോകുന്നു. പണ്ടൊക്കെ ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നല്ല ബ്രെയിനൊക്കെ പുറത്തോട്ട് പോകണം. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ബേസ് ഡ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു പഠനത്തിലൊക്കെ 2ാം തരം, 3ാം തരം, 4ാം തരം ലെയറുകളാണ് ഇന്ന് പുറത്തോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തോട്ട് പോകുമ്പോൾ അവരവിടെ ചെന്ന് പഠിക്കുന്ന കോഴ്സുകളോ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങളോ ഒന്നും ഹാർവാർഡോ ഓക്സ്ഫോർഡോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സോ ഒന്നും അല്ല. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയെക്കാളും താഴ്ന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ, നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ വലിയ പ്രയോജനമില്ലാത്ത കോഴ്സ്, ഒരുപക്ഷെ അക്കരയ്ക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്ത കോഴ്സായിരിക്കും, എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി തിരഞ്ഞെടുത്ത കോഴ്സ്.
അപ്പം വളരെ നിലവാരമില്ലാത്ത കോഴ്സുകൾ പഠിക്കുകയും അവർക്ക് യോജ്യമല്ലാത്ത നിലവാരമില്ലാത്ത എന്ത് പറയേണ്ടത് ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ്, അതായത് വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം, പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് തൊഴിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോഴ്സുകളുടെ റീസ്ട്രക്ചറിങ് നടക്കുന്നു. കൺവെൻഷണൽ കോഴ്സുകളെല്ലാം മാറി. ഇപ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഒരു പുതിയ MA കോഴ്സ് വരുന്നുണ്ട്. ആ MA കോഴ്സ് MA ഇൻ എക്കണോമെട്രിക്സ് ആൻഡ് ഡിജിറ്റൽ ലേണിംഗ് ആണ്. ഓക്കെ, MA എക്കണോമിക്സ് മാറി MA ഇൻ എക്കണോമെട്രിക്സ്, ദാറ്റ് മീൻസ് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് ആൻഡ് ഡിജിറ്റൽ ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഡിജിറ്റൽ അനാലിറ്റിക്സ് ജോലി സാധ്യതയുള്ള കോഴ്സാണ്. ഇങ്ങനെ കോഴ്സുകളുടെ വൈവിധ്യമുള്ള കോഴ്സുകളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ യൂത്ത് പവർ, ദ മാൻ പവർ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. മൂന്നാമത് അദ്ദേഹം ഊന്നൽ കൊടുത്തൊരു മേഖലയാണ് വയോജനം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സിൽവർ ലൈൻ ആണ്, അല്ലേ? അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അതാണ്, സിൽവർ ലൈൻ എക്കോണമി. സിൽവർ ലൈൻ എക്കോണമി. ഈ സിൽവർ ലൈൻ എക്കോണമി എന്നൊന്നും ആരും ഇന്നത്തെ കാലത്ത് വരെ ഒരു ബജറ്റിലും വരാത്ത വാക്കുകളായിരുന്നു. കാരണം വിസ്മയത്തിന്റെ മൂന്നാമത്തെ തലം എന്ന് പറയും സിൽവർ ലൈൻ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിന്റെ പ്രത്യേകതയാണ് അൺയൂട്ടിലൈസ്ഡ് മാൻ പവർ ആഫ്റ്റർ 60s. ദേ ആർ അൺയൂട്ടിലൈസ്ഡ് ഓർ അണ്ടർ യൂട്ടിലൈസ്ഡ്. കാരണം അത് എവിടെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ ആരോഗ്യ പരിപാലനം, അവരുടെ എന്താ പറയുക, അവരുടെ റീഹാബിലിറ്റേഷൻ, അവരുടെ പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് ഉപയോഗപ്രദമായ രീതിയിലാണ് അദ്ദേഹം ഹെൽത്ത് കെയറിനെ കൊണ്ടുവന്നത്. വിദേശങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ പല കുട്ടികളും അവിടെ ചെന്ന് ചെയ്യുന്നത് മുഴുവൻ ഹോം കെയർ ആണ്. ഹോം കെയർ നഴ്സിംഗ് പഠിച്ചവരും പഠിക്കാത്തവരും ചെയ്യുന്നതല്ല, ഹോം കെയർ ആണ്. ഹോം കെയർ ഫെസിലിറ്റീസ് ഇവിടെ തന്നെ വളർത്തിയെടുക്കേണ്ടതിന്റെ ഒരു നീഡ്, ഒരു പക്ഷേ ഡിജ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, നമ്മുടെ ഒരു വീഡിയോ ഓൾഡ് ഏജുകാരുടെ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ലക്ഷങ്ങൾ ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും ശക്തിയുള്ള അല്ലെ സമ്പത്തിന്റെ സുവിശേഷം പ്രോഗ്രാമില് സമ്പത്തിന്റെ സുവിശേഷ പ്രോഗ്രാമിലെ ആ ഒരു ഓൾഡ് ഏജ് കെയറിനെ കുറിച്ചുള്ള വീഡിയോ ജനലക്ഷങ്ങൾ ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ നീഡ് ഓഫ് ദി അവർ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പൊ ആ മേഖലയിലേക്കും കൂടി ഈ സർക്കാരിന്റെ ബഡ്ജറ്റ് എത്തി നോക്കി എന്നുള്ളതാണ്. നാലാമത് ഞാൻ കാണുന്നത് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ പറ്റി, നിക്ഷേപ സാധ്യതകൾ. പ്രൈവറ്റൈസ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രൈവറ്റ് സെക്ടറിലേക്ക് നിക്ഷേപ സാധ്യതകൾ, ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് നിക്ഷേപ സാധ്യതകളുടെ സാഹചര്യങ്ങളെ അദ്ദേഹം തേടുകയാണ്. ഉദാഹരണത്തിന് ഒരു ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആകാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നെടുമ്പാശ്ശേരിയിൽ ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ പണിയുന്നത്. ഈ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഈ ഗ്ലോബൽ കൺവെൻഷൻ സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കും ധാരാളം നിക്ഷേപകരെ ആകർഷിക്കാം, ധാരാളം ഡിസ്കഷൻസ് അവിടെ വരും, ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ പണം എങ്ങനെ ഉണ്ടാക്കാം, കടം മാത്രമാണ് ചിന്തിച്ചത് അദ്ദേഹം. ഈ കടത്തെ ഫേസ് ചെയ്യാനുള്ള പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള സോഴ്സസിലേക്ക് ചിന്തിച്ചപ്പോഴാണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കമ്മിറ്റി വരെ ആലോചിച്ചു എന്നുള്ളതാണ്, ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി. മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. ആരും ചിന്തിക്കാത്ത, ആരും എത്തിച്ചേരാത്ത, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവര് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവർ എന്ന് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ആക്സസ് ഇല്ലാത്തവർ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാർക്ക് സർവകലാശാല വരെ ഓഫർ ചെയ്യുന്നു. ഞാനൊരു 4-5 പോയിന്റുകൾ പറഞ്ഞു. ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിച്ച സർക്കാർ ചവറ പിതാവിന്റെ വാസസ്ഥലത്ത് അതിന്റെ റീനോവേഷന് വേണ്ടി പൈസ, പിന്നെ നമ്മൾ അടുത്ത കാലത്ത് മൺമറിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട നടന്റെ പേരിൽ സ്മാരകം, അല്ലെ? പിന്നെ വർക്കലയില് അല്ലെങ്കിൽ കൊല്ലം കേന്ദ്രീകരിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ന്യൂനപക്ഷത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചൊരു ബജറ്റ്. ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ബജറ്റ് ഒരു ഹോളിസ്റ്റിക് ബജറ്റാണ്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളെയും ചേർത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശ്രമിച്ചു എന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് പല ബജറ്റുകളും വരുമ്പോൾ അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം, ഈ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലായാലും ബജറ്റിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ വളരെയധികം കുറവായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പല മേഖലയിലുള്ളവർ, എനിക്ക് തോന്നുന്നു സിനിമാ മേഖലയിലുള്ളവർ പോലും
ബജറ്റിനെ ഇത്രമാത്രം പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്തരത്തിൽ ജനങ്ങളെ ഒരു വിസ്മയം ആക്കുന്ന രീതിയിലേക്ക് ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപനത്തിലേക്ക് സർക്കാരിന് കഴിഞ്ഞു എന്ന് തന്നെ തോന്നാം. ഒപ്പം എനിക്ക് തോന്നുന്നത് മറ്റു പല ബജറ്റിലും പലപ്പോഴും രാഷ്ട്രീയമായിട്ട് മാറാറുണ്ട്. ആദ്യത്തെ ഒരു ആമുഖ പ്രസംഗം പലപ്പോഴും ഇതിനു മുമ്പ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനും അല്ലെങ്കിൽ അവർക്കെതിരെ ആ രീതിയിൽ പോകുന്നുണ്ട്. ഇത് അത്തരത്തിൽ കാണുന്നില്ല. വളരെ ഒരു പ്രൊഫഷണലായിട്ട് എന്താണ് കേരളത്തിന് വേണ്ടത് അത് കൃത്യമായി പറഞ്ഞു പോകുന്ന ഒരു 2 മണിക്കൂറിന് താഴെ നിൽക്കുന്ന ഒരു ബജറ്റ് അവതരണം അല്ലേ? യെസ് യെസ് അത് നമ്മള് കല പിക്ചർ അല്ലെ, സിനിമ, കലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു അക്കാഡമി പോലെ അതിനെ കുറെ കൂടി കുറെ കൂടി മനോഹരമാക്കത്തക്ക രീതിയിൽ ഒരു കൊമേഴ്സ്യലൈസ്, ഒരു ബിസിനസ് സെക്ടർ എന്നുള്ളതിനേക്കാൾ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതിന്റെ ഒരു വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞ അർത്ഥം സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കലയാണല്ലോ സിനിമ. അപ്പം സിനിമ പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന ചില ആകുലതകളുണ്ട്. അതൊക്കെ അദ്ദേഹം കാണുകയാണ്. അപ്പൊ അവർക്ക് സഹായകരമായ രീതിയിലുള്ള ഒരു അക്കാഡമി പോലെയോ അതിനൊരു എഡ്യൂക്കേഷണൽ ഫ്രണ്ടായിട്ട് കൊടുക്കുക, ആ രീതിയിൽ അദ്ദേഹം അതിനെ കണ്ടതിനെയാണ് സിനിമാ മേഖലയിലുള്ളവർ സ്വാഗതം ചെയ്തത്. മാത്രമല്ല എല്ലാ മേഖലയിലും, അത് ടെക്നിക്കൽ സ്റ്റാഫ് തുടങ്ങി പ്രൊഡ്യൂസേഴ്സ് വരെ എല്ലാ മേഖലകളിലും ഉള്ളവരെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം അവിടെ ശ്രമിക്കുകയാണ് ചെയ്തത് കലാമേഖലയില്. തീർച്ചയായിട്ടും ടീച്ചറെ, ഒപ്പം ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈലൈറ്റ് അതാണ്. 400 കോടി രൂപയാണ് മിഷൻ സമുദ്രയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു KSRTCക്ക് ഒരു 600 കോടി രൂപ കൊടുത്താൽ പിന്നെ വരുന്ന ഏറ്റവും കൂടുതൽ ഒരു എമൗണ്ട് മിഷൻ സമുദ്രയ്ക്ക് വേണ്ടിയാണ്. ഈ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൂടി VD സതീശൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അതായത് ഇത്തരത്തിൽ കേരളത്തിലെ കടലും അതോടൊപ്പം തന്നെ കായലുകളും പുഴകളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു ഇൻലാൻഡ് നാവിഗേഷൻ രീതിയിലൊരു ടൂറിസം, ഒപ്പം അതിനെ ചരക്ക് ഗതാഗത കൈമാറ്റങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാമെന്ന തരത്തിൽ, അതായത് കേരളത്തിനെ ഒരു സിംഗപ്പൂർ എന്ന രീതിയിലേക്കൊക്കെ ആ രീതിയിലേക്കൊക്കെ വളർത്തിയെടുക്കാമെന്ന് അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറയുകയുണ്ടായി. പക്ഷെ അന്നൊക്കെ ഒരുപക്ഷെ നമ്മൾക്ക് പലപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം, അത് ആ രീതിയിൽ എനിക്കൊന്ന് യുവജനങ്ങൾ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു തന്നെ. അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് ഇത്രമാത്രം ഫാൻസ് കൂടാൻ കാരണം. പക്ഷേ ഇത് പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ എത്രത്തോളം പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രായോഗികത എത്രത്തോളമായിരിക്കും? കാരണം 2 മേജർ പോർട്ടുകൾ കേരളത്തിലുണ്ട്, അതോടൊപ്പം തന്നെ 17ഓളം മൈനർ പോർട്ടുകൾ കേരളത്തിൽ ഉണ്ട്. ഇത്തരത്തിലൊരു വലിയൊരു പ്രൊജക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരത്തിൽ വേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ കൂടി കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് ആരംഭിക്കുമ്പോൾ അത് എത്രത്തോളം നാള് വേണ്ടി വരും അതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് വരാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം കേരളത്തിലേക്ക് കിട്ടാനായിട്ട്? അദ്ദേഹം ഒരു മച്വർ എക്കണോമിസ്റ്റ് ആയിട്ടാണ് ഈ ഒരു രംഗത്ത് പ്രവർത്തിച്ചത്. ഈ അവതരണത്തിലൊക്കെ നമ്മളൊരു ഒരു പക്വതയാർന്ന ഒരു എക്കണോമിസ്റ്റിനെ കാണുകയായിരുന്നു. വളരെ നാളുകളായിട്ട് നമുക്കറിയാം അദ്ദേഹം ജീവിക്കുന്ന സാഹചര്യമല്ല, പറവൂരിന്റെ MLA ആണ്, അല്ലെ പറവൂർ, ചെറായി, കൊടുങ്ങല്ലൂർ ഈ പ്രദേശങ്ങളിലെ കടലോരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മനുഷ്യരുടെ സ്പന്ദനങ്ങൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അറിയാം. ഈ നമ്മൾ ചില പ്രോജക്റ്റുകളുണ്ടല്ലോ, ഗസ്റ്റേഷൻ പീരീഡ് എന്ന് എക്കണോമിക്സിൽ പറയുന്നത്, ചില പ്രോജക്റ്റുകൾക്ക് ലോങ് ഗസ്റ്റേഷൻ പീരീഡ് ആണ്. അതായത് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടത്തില്ല. ഇമ്മീഡിയറ്റ് റിസൾട്ട് എഡ്യൂക്കേഷൻ നമ്മൾ പറയും ലോങ് ഗസ്റ്റേഷൻ പീരീഡ് ആണ്. പെട്ടെന്നല്ല, ഒരു കുട്ടി 20 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നുള്ളൂ. ലോങ് ടേം പ്ലാനാണ്. ചിലതൊക്കെ അങ്ങനെയല്ല, നമ്മൾ ഇന്ന് വിത്തിട്ട് നാളെ കൊയ്യാവുന്നതാണ്. പക്ഷെ ചിലത് അങ്ങനെയല്ല, വർഷങ്ങൾ നിൽക്കും. അത് ഈ മിഷൻ സമുദ്രയൊക്കെ ഒരു ലോങ് ഗസ്റ്റേഷൻ പീരീഡ് ഉള്ളത് ആവശ്യങ്ങളാണ്. പെട്ടെന്ന് നമ്മൾ അതിന്റെ റിസൾട്ടിനെ കൊയ്യാന്ന് വിചാരിക്കാൻ നടക്കത്തില്ല. കാരണം പോർട്ട് നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ലിജ പറഞ്ഞതുപോലെ ആമുഖ പ്രസംഗത്തിലൊന്നും ആരോടും വിദ്വേഷം ഒന്നും നിർത്താതെ, എന്നാൽ ഫാക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു ആമുഖ പ്രസംഗത്തിൽ ഫാക്ട് കേരളം നേരിടുന്ന ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചും വരവും ചെലവും നമ്മൾ അന്തരത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നെ അദ്ദേഹം തുടങ്ങി. പക്ഷെ നമ്മളെപ്പോഴും പറയും കേരളമൊക്കെ രാഷ്ട്രീയപരമായി ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. ഒരു സർക്കാർ എന്ത് ചെയ്തോ അതിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ എതിർക്കും, ഇവിടെ എന്ത് ചെയ്തോ അതിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ എതിർക്കും. അതായത് എവരി എക്കണോമിക് ആക്ഷനെ പൊളിറ്റിക്കലി ഡിവൈഡഡ് ആയതുകൊണ്ട് എതിർത്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത്ര വലിയ എതിർപ്പ് കണ്ടില്ല. എന്നിരുന്നാൽ തന്നെയും പൊളിറ്റിക്കലായിട്ടുള്ള എതിർപ്പുകളുണ്ട്. കാരണം കിഫ്ബിയൊക്കെ അദ്ദേഹം കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നില്ല. കിഫ്ബിയെ കുറച്ചുകൂടി കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റിയെടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പഴയ ഗവൺമെന്റ് ചെയ്തതിനെ എല്ലാം അങ്ങ് നിരാകരിച്ചിട്ട് അതൊന്നും ഇല്ലാതാക്കുകയല്ല, അതിനെ എവിടെയൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എവിടെയൊക്കെ നന്നാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രതിപക്ഷത്ത് ഇരുന്ന് 5 വർഷവും അല്ലെങ്കിൽ MLA കഴിഞ്ഞ 10-15 വർഷവും
ജനഹൃദയങ്ങളെ ജനമനസ്സുകളെ വായിച്ചെടുക്കാൻ ഇത്തിരി ശ്രമിച്ചു എന്നുള്ളതാണ്. വായിച്ചെടുക്കും അവരുടെ സ്പന്ദനങ്ങൾ, പ്രത്യേകിച്ച് വിശക്കുന്നവന്റെ അല്ലെങ്കിൽ തൊഴിലില്ലാത്തവന്റെ, പാർപ്പിടമില്ലാത്തവന്റെ, അംഗീകാരമില്ലാത്തവന്റെ ഒക്കെ വേദനയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ, ജീവിച്ചു വളർന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് അതും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടൊക്കെ ദേശത്താണെങ്കിലും ആലുവ ദേശത്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസൊക്കെ ഒന്നും പറവൂരാണ്. അതുകൊണ്ട് സ്പന്ദനം മനസ്സിലാകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് അതുകൊണ്ട് വലിയ ദിശാബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇടപെടാൻ ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. തീർച്ചയായിട്ടും ക്രിയാത്മകം ഇടപെടൽ, അഭിപ്രായങ്ങൾ അവിടെ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നെങ്കിലും, പ്രതിപക്ഷ നേതാവായിട്ട് അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കേരളം രക്ഷപ്പെടും. അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കേരളം ഉണ്ടാകത്തില്ല, ഇല്ലെങ്കിൽ കേരളം ഉണ്ടാകത്തില്ല, ഇങ്ങനെ അദ്ദേഹം പറയും. അപ്പൊ കേരളം രക്ഷപ്പെടണം എന്നുള്ള ഒരു ആത്യന്തിക സ്വപ്നമാണ്. ഇലക്ഷന് മുമ്പ് അദ്ദേഹം പറഞ്ഞല്ലോ, ഇനിയും ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോവുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ സങ്കുചിതമായ സെൽഫിഷ് ഇൻട്രസ്റ്റുകൾ വലുതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് നമ്മൾ ഈ വാർത്തകളിൽ നിന്നൊക്കെ വായിച്ചെടുക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടുത്തെ ചെറുപ്പക്കാർ രക്ഷപ്പെടണം, ഇവിടുത്തെ വയസ്സന്മാർ രക്ഷപ്പെടണം, ഇവിടുത്തെ ആരോഗ്യരക്ഷകർ രക്ഷപ്പെടണം, ഇവിടുത്തെ മത്സ്യബന്ധനത്തിൽപ്പെട്ടവർ രക്ഷപ്പെടണം, ഇവിടുത്തെ കുട്ടികൾ രക്ഷപ്പെടണം. ഇല്ലേ, അവൾക്കൊപ്പം വേറെ പദ്ധതി ഒന്നുമില്ല, അവൾക്കൊപ്പം ഇവിടെ ഇരയാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്നവർ ആരാണെങ്കിലും അവളോടൊപ്പം നിൽക്കുക. ചില പദങ്ങളെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ചില വ്യക്തിത്വങ്ങളെ നമുക്ക് മനസ്സിലാകുമല്ലോ. ചില ഉപയോഗിക്കുന്ന പദങ്ങളിൽ നിന്ന് വ്യക്തിത്വങ്ങളെ നമുക്ക് വഴിക്കിടയിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടും ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്. പ്രവൃത്തി പദത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ടെൻഷനുള്ള. പ്രവൃത്തി പദത്തിലേക്ക് വരുമ്പോൾ ഹൗ ഫാർ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളത്. ഈ യുവജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പേസ് ഇക്കോണമി, അതോടൊപ്പം തന്നെ ജെൻസിക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ന്യൂ ടെക്നോളജി പാർക്ക്, ഒപ്പം ജെൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റും കൂടിയായിരുന്നു ഈ പ്രശ്നം. അതോടൊപ്പം തന്നെ AI കണക്ട് ചെയ്തുള്ള സംരംഭങ്ങൾ, ഇത്തരത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ കേരളത്തിൽ നിലനിർത്താൻ, അവരെ കേരളത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ അത് കേരളത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ജെൻസിയെ കൂട്ടുപിടിച്ചുകൊണ്ടും ഈ ഒരു അതോടൊപ്പം തന്നെ സ്പേസ് ഇക്കോണമി, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെയും കൂടി സ്പേസ് നമുക്കറിയാം, സ്വകാര്യ ആളുകളെയും കൂടി സ്പേസ് പാർക്കുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം ക്ഷണിക്കുകയാണ്. അതോടെ സ്പേസ് പാർക്കുകൾ കേരളത്തിൽ വരുന്നു. ഒരുപാട് യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂത്തൊക്കെ ആയിരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർക്ക് കേരളത്തിൽ വന്ന് ജോലി ചെയ്യാൻ സാധിക്കുക, അത്തരത്തിലൊരു ചിന്തയും കൂടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ജെൻസിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റിനെ കാണുന്നത്? ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്രയും ഭംഗിയായിട്ട് ബജറ്റ് വായിച്ചത് അത്ഭുതകരമായിട്ട് തോന്നുന്നു. പഠിച്ചോ, ഞങ്ങളൊക്കെ ബജറ്റ് പഠിക്കുന്നത്, ഞങ്ങൾ എക്കണോമിക്സ് ഈ ബജറ്റിന് എനിക്ക് പലയിടത്തും പോയി ക്ലാസ് എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പഠിക്കും, പലയിടത്ത് പോയി ക്ലാസ് എടുക്കേണ്ടത്. പല ലോ കോളേജുകളിലും ഓൾറെഡി പലരും വിളിച്ചിട്ടുണ്ട് ക്ലാസ്സുകൾ എടുക്കാൻ, അടുത്ത ആഴ്ചയിലൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ഊടും പാവവും ഒക്കെ തികഞ്ഞ് പഠിച്ചോണ്ടിരിക്കും. മാധ്യമ പ്രവർത്തന ഡിജോ ഇതിനകത്ത് വാക്കുകളെല്ലാം തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചു എന്നുള്ളത് വളരെ നന്ദി പറയുന്നു. ജെൻസി എന്നുള്ള വാക്ക് ബജറ്റിൽ കയറി പിടിച്ചത് വളരെ സന്തോഷകരമായി. ഇവിടുത്തെ ജെൻസികൾക്ക് മാത്രമല്ല, ജെൻസികളെ ഫോം ചെയ്യുന്ന അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഒക്കെ അത് അത്ഭുതകരമായ മാറ്റമാണ്. സ്പേസ് എക്കോണമി ഒക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സതീശൻ സാറിന്റെ മനസ്സിൽ വളർന്നു വരുന്ന തലമുറ വലിയ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജെൻസി എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഇതിനകത്ത് വരുന്നത്. വളർന്നു വരുന്ന തലമുറയുടെ സ്പന്ദനം നമുക്കറിയാം. ഞാനൊക്കെ ഒത്തിരി വിദേശത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ പല കോൺഫറൻസിനും ഞാൻ പോകുമ്പോൾ ഈ കോൺഫറൻസുകാർ തരുന്ന ഹോട്ടൽ അക്കോമഡേഷൻ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് മലയാളി വീടുകളിൽ പോയി താമസിക്കാറുണ്ട്. എന്തിനാണെന്നറിയാം, അവിടുത്തെ എക്കണോമിക്സ് ഒക്കെ സ്പന്ദനമൊക്കെ അറിയാൻ വേണ്ടിയാണ്. എന്നുള്ള എക്കണോമിക്സ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വലിയൊരു ചെറിയ വിഭാഗം മാത്രമേ ഉയർന്ന ജോലിയോ ഉയർന്ന ജീവിത നിലവാരമോ ഉള്ളവരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തന്നെ സർവൈവൽ, അതിജീവനമാണ് അവിടെ കിടന്നുണ്ട്. പക്ഷെ അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡോളറോ പൗണ്ടോ വല്ലോ യൂറോ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യൻ രൂപ ആക്കി കാണുമ്പോൾ അത് വലുതാവും. എന്നിട്ട് അവരിവിടെ കാണിക്കുന്ന ഷോ കാണുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് വിചാരം അവിടെ അവരുടെ ജീവിതം ഭയങ്കര സൂപ്പറാണെന്നാണ്. അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം അത് ഒത്തിരി ഒപ്പിയെടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. പലപ്പോഴും ജോലി ഭാരം കൊണ്ട്, ജോലിയിലെ ടെൻഷൻ കൊണ്ട് എങ്ങും എത്താത്ത, ഇപ്പൊ നമ്മൾ US ഒരാളോട്
ഹൗ ഈസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്ന ഉത്തരം എന്താ പറയുക? ലൈഫ് ഈസ് വെരി ബിസി. ലൈഫ് ഈസ് വെരി ബിസി. ഇതാണ് അവരുടെ ആദ്യത്തെ ഉത്തരം. വെരി ഹെക്റ്റിക് ഇതൊക്കെയാണ് അവരുടെ ആദ്യത്തെ ഉത്തരം വാക്കുകൾ വരുന്നത്. പക്ഷെ ജീവിതം ചിലർക്ക് സുഖപ്രദമാണ്. കിട്ടുന്ന പൈസ കൊണ്ട് അവരവരെ അടുത്ത് പൊളിച്ച് ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസം അയർലൻഡിലെ ഒരു മനുഷ്യൻ പറയുമായിരുന്നു എന്നോട്, എനിക്ക് ഇവിടെ സമ്പാദിക്കണമെന്നില്ല, നാട്ടിൽ സമ്പാദിക്കണമെന്നില്ല, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്നു. ഇവിടെ ഉണ്ടാക്കണമെന്നില്ല, അവിടെയും ഉണ്ടാക്കണമെന്നില്ല, അതുകൊണ്ടില്ല. പക്ഷെ ചിലപ്പോൾ അങ്ങനെയല്ല. ചെല്ലുമ്പോൾ തുടങ്ങി നാട്ടിൽ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കണം, അതുണ്ടാക്കി കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും സെറ്റപ്പ് ആണ്. ഇതിന് ഇടയിൽ കിടന്ന് ഞെട്ടുന്ന അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന യാഥാർത്ഥ്യം സത്യമല്ല എന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് നമ്മുടെ ജനത്തെ ഇവിടെ തന്നെ പിടിക്കുന്നത് മാത്രമല്ല, കേരളത്തിന്റെ എക്കോണമിക്ക് വരെ ആവശ്യമുണ്ടല്ലോ. കേരള എക്കോണമിക്ക് ഗ്രോയിങ് പോപ്പുലേഷന് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ എന്നോട് വന്നിട്ട് പ്ലസ് 2 കഴിഞ്ഞ് പുറത്തു പോകണം, ഇന്ത്യ ഇസ് നോട്ട് എ പ്ലേസ് ടു ലീവ്. ഞാൻ ചോദിച്ചു വൈ യു ആർ സേയിങ് ലൈക്ക് ദാറ്റ്? അപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ട് എന്തിനാ? ഞാൻ ചുമ്മാ തിരിച്ചിരിക്കും. വാട്ട് ഹാവ് യു ഗിവൻ ടു ഇന്ത്യ? എല്ലാ ദിവസവും ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സ്കൂളിൽ 12ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു. വാട്ട് ഹാവ് യു ഗിവൻ ടു ഇന്ത്യ? നിന്നെ 12ാം ക്ലാസ് വരെ ഇവിടെ പഠിപ്പിച്ചു, നിങ്ങൾ ഇവിടെ ഡിഗ്രി പഠിപ്പിച്ചു, അല്ലെങ്കിൽ MBBS എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. വാട്ട് യു ഹാവ് ഗിവൺ ബാക്ക് ടു ഇന്ത്യ? ഇന്ത്യ ഈസ് നോട്ട് എ പ്ലേസ് ടു ലീവ്. ഇതെങ്ങനെ തലക്കേറി വെച്ചിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞ ബജറ്റിൽ പറഞ്ഞ പോലെ ജെൻസിക്ക് വേണ്ടിയുള്ള സ്പേസ് പാർക്കുകള്, അതുപോലെ അവർക്ക് പറ്റിയ നോളജ് ക്യാപിറ്റൽ സിറ്റികള്, കോഴ്സ് അവർക്ക് വരണം, തൊഴിലധിഷ്ഠിത കോഴ്സുകള് മാത്രമല്ല ഒരു എന്താ പറയുക പ്ലേസ്മെന്റ് നടക്കണം അല്ലേ? ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, സൂപ്പർ പ്ലേസ്മെന്റ് നടക്കും. ഇതിനൊക്കെ ഈ ബജറ്റ് മുന്നിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയാണ് നമുക്ക്. ഒരു പക്ഷേ അടുത്ത മാർച്ച് വരെ ഒരു പീരീഡ് ഉണ്ട്, കുറച്ചൊക്കെ നടന്നിരിക്കും. നെക്സ്റ്റ് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ബഡ്ജറ്റ് വരും, ഫുൾ ബഡ്ജറ്റ്. ദാറ്റ് മീൻസ് 27-28 ഫുൾ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്ക് വരാൻ ഒരു പക്ഷേ ഇതിൽ പലതും ആക്ഷൻ പ്ലാനിലേക്ക് വന്നിരിക്കും. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷിക്കാം. ഒപ്പം മറ്റൊരു കാര്യം, ഇപ്പൊ കേരളത്തിലെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ക്രൈസ്തവരായാലും ഇപ്പം നമ്മൾ പലപ്പോഴും പല മീറ്റിങ്ങിലും കൺവെൻഷനൊക്കെ ആശങ്കപ്പെട്ടിരുന്നത് പല വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ മാതാപിതാക്കൾ മാത്രമായിട്ട് കിടക്കുന്ന പല വീടുകളുണ്ട്. കാരണം മക്കളൊക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം കാരണം വിദേശത്തേക്ക് പോകുന്നു. നേരത്തെ ടീച്ചർ പറഞ്ഞ ഒരു വിഷയം തന്നെ, നമ്മൾ അന്ന് പറഞ്ഞ വിഷയം, അവിടെയാണ് ആ ഒരു കെയർ. ഇപ്പോൾ വയോജന മന്ത്രാലയം അല്ലെങ്കിൽ അത്തരത്തിലൊരു വകുപ്പ് രൂപീകരിച്ച് ഇന്ത്യയിൽ തന്നെ ആദ്യം എന്ന് പറഞ്ഞു ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിംഗിൽ പറഞ്ഞു. തീർച്ചയായിട്ടും കേരളം തന്നെ കൈയടിച്ച് അതിനെ സ്വീകരിച്ചു. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കിക്കാണാം. ആ മന്ത്രാലയം രൂപീകരിക്കുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു. പക്ഷേ ഈ ഒരു കെയർ ഗിവർ കോഴ്സ് അത് കേരളത്തിൽ, അതായത് ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് കിട്ടുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് നേരത്തെ ടീച്ചർ പറഞ്ഞ വിദേശത്തേക്ക് കെയർ ഗിവർ കൊടുക്കാനായിട്ട് ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതേ ആവശ്യം കേരളത്തിലുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പല മാതാപിതാക്കളും ഒറ്റയ്ക്ക് ഒരാളെ കിട്ടാണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്കൊരു വിശ്വസിച്ച് എത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാടുണ്ട്. അപ്പം ആ മേഖലയിൽ ഒരു ജോലി സാധ്യതയും കൂടി കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് കോഴ്സായിട്ട് ഈ കെയർ ഗിവർ പദ്ധതി കൊണ്ടുവരുന്നത് അതൊരു തീർച്ചയായിട്ടും വലിയൊരു പുതുമയല്ലേ ഇതിനകത്ത്? യെസ് തീർച്ചയായിട്ടും ടീച്ചർ. നമ്മുടെ അതുപോലെ തന്നെ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ വന്നൊരു വീഡിയോ, ഞാൻ ചെയ്തൊരു വീഡിയോ കമ്മ്യൂണിറ്റി ഹൗസിങ്ങിനെ കുറിച്ച്, പാർപ്പിട സമുച്ചയത്തെ കുറിച്ചാണ്. അതായത് പ്രായമായവരൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അതും നമ്മുടെ വളരെ വൈറലായ വീഡിയോ ആണ്. അതിനകത്ത് നമ്മളിങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു സ്ഥാപനം 10 വീട്ടുകാർ ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ അവിടെ 2 കെയർ ഗിവേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊന്ന്. 2 ഒറ്റപ്പെട്ടു പോയ വീടുകൾ, അവിടെ ഈ പ്രായമായ 70 കഴിഞ്ഞ 80 കഴിഞ്ഞവർ നിൽക്കുകയാണ്, അവരെ നോക്കാൻ ഇതുപോലെ കെയർ ഗിവർ, ട്രെയിൻ കെയർ ഗിവേഴ്സ്, ബേസിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കിട്ടിയവർ, അതൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഈ വയോജന പുനരധിവാസത്തിന്റെ രീതിയൊക്കെ മാറും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സർവേയിൽ കണ്ടെത്തിയായിരുന്നെ കേരളത്തിൽ 14 ലക്ഷത്തോളം വീടുകളിൽ ഒഴിഞ്ഞു കിടക്കുക, 1 വർഷത്തിൽ പോലും തുറക്കാതെ, 2 വർഷത്തിൽ പോലും തുറക്കാതെ, അതായത് ആരും വന്നിട്ട് നോക്കാനില്ലാതെ. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, നിങ്ങൾ മാധ്യമണ്ടാകുമ്പോൾ മറ്റു തിരുവിതാംകൂറിലൊക്കെ പകുതി വിലയ്ക്കാണ് ഇപ്പൊ വീടുകളും സ്ഥലങ്ങളും വിൽപ്പനയ്ക്ക് പോകുന്നത്. മേടിച്ചതിനേക്കാളും പകുതി വിലയ്ക്കാണ് വിറ്റ് പോകുന്നത്. കാരണം അത് നോക്കാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യം എല്ലാവർക്കുള്ളത്. അതുകൊണ്ട് വിൽക്കുകയാണ്, കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയാണ്. എനിക്കറിയാം പലരും വന്നിട്ട് മേടിച്ചതിനേക്കാളും പകുതി വിലയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഇവിടെ കിടന്നിട്ട് എന്തിനാ നമ്മൾ. പക്ഷെ
വിൽക്കാൻ മനസ്സ് വരാത്തവർ, അങ്ങനെ കുറെ വീടുകൾ ഇങ്ങനെ കിടക്കുന്നു, ലക്ഷങ്ങളെ കിടക്കുന്നു. ഇതിനെയൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഈ കെയർ ഗീവർ സംവിധാനം ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം. വയോജന പാക്കേജുകൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു കൺസെപ്റ്റാണ്. ഈ പറഞ്ഞ പോലെ ഈ അമ്മേനെ അപ്പനെയും ഓൾഡ് ഏജ് ഹോമിലാക്കി എന്ന് പറയുന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷമം. വാക്ക് മാറുക എന്നുള്ളത് സീനിയർ ലിവിംഗ് ആണ്. അങ്ങനത്തെ വാക്ക് മാറി സീനിയർ ലിവിംഗ്, അമ്മയും അച്ഛനും സീനിയർ ലിവിംഗിലേക്ക് മാറി. അവിടെയാണ് കെയർ ഹോംസ്, അവിടെയാണ് കെയർ ഗീവേഴ്സ്. അപ്പം ഈ ഒരു സീനിയർ ലിവിംഗ് പാക്കേജിലേക്ക് വരുമ്പോഴത്തേക്കും കൺസെപ്റ്റ് മാറും, അതിന്റെ മനോഭാവം മാറാണ്. അത് ഓൾഡ് ഏജ് ഹോം അല്ല, ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഉപേക്ഷിച്ചത് പോലെയാണ്. അതുകൊണ്ട് സീനിയർ ലിവിംഗിലേക്ക് മാറ്റി കഴിയുമ്പോൾ ആണുങ്ങളെ പെണ്ണുങ്ങളെ ആവശ്യമുണ്ട് അല്ലെ കെയർ ഗീവേഴ്സ് ആയിട്ടുള്ളത്. കാരണം രണ്ടുപേരെയും നോക്കേണ്ടത്. ഇതൊക്കെ ശരിക്കും പ്രാക്ടിക്കൽ ആവുകയാണെങ്കിൽ കേരളത്തിന്റെ എക്കോണമിയിൽ ഇവരും അങ്ങോട്ട് പോകുന്നത്, അവിടെ പോയി കിട്ടുന്നതിന്റെ 10 ഇവിടെ കിട്ടിയാൽ പോലും ഒരു പക്ഷേ ജീവിതം ഇവിടെ സുന്ദരമാണ്. പിന്നെ എനിക്ക് തന്നെ സോഷ്യൽ റിലേഷൻഷിപ്സ് എന്നൊരു സംഭവമുണ്ട്. സോഷ്യൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വിലയാണ്. എന്തൊക്കെ എന്നോട് പറയാറുണ്ട്, അടുത്ത കാലത്ത് കാനഡ ഇപ്പൊ MBA പഠിച്ചത് പയ്യൻ തിരിച്ചു പോകുന്നു. അവിടെ ജോലി കിട്ടും. എന്നാലും പോന്നു കഴിഞ്ഞിട്ട് അവന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ തന്നെയാണ്. ഇപ്പൊ അവൻ പറഞ്ഞ ഗ്രാൻഡ് മദർ ഒറ്റയ്ക്കാണ്, ഗ്രാൻഡ് മദറിന്റെ കൂടെ താമസിക്കണം എന്ന് പറഞ്ഞ തോന്നുന്നത്. അതൊരു റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടിയാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ വീട്ടിലെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, പണത്തിനാണ് പ്രാധാന്യം, ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം. ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു എന്താണ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്, വളരെ നല്ലതാണ്. പക്ഷെ ആ ബൗണ്ടറി കണ്ടെത്താൻ ഒരു പക്ഷേ ഈ കോഴ്സുകളൊക്കെ സഹായിക്കും. തീർച്ചയായും എന്നെ ഈ ഒരു പ്രഖ്യാപന സമയത്ത് എന്നെ ആകർഷിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ വിദേശ നാടുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ പ്രായമായാലും ഒരു ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടയർഡ് ലൈഫിൽ കിടന്നാലും പ്രായമായ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവർ സ്വപ്നം കാണാനായിട്ട്, കാരണം സർക്കാർ നമുക്കറിയാം വിദേശ നാടുകളിലൊക്കെ പ്രായമായവരോടൊപ്പം തന്നെ സർക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിലുണ്ട് തന്നെ. മക്കൾക്ക് ഒരു ബാധ്യത ആകാത്തതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പത്രത്തിൽ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലും നടക്കുന്നില്ല, ഇന്ത്യയിലും നടക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. കാരണം പ്രായമായി കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് ഒരു ക്ഷേമ പെൻഷനാണ്. ആ പെൻഷൻ അവർക്ക് അതിനും ഇതിനും നടക്കുന്നില്ല. എങ്കിലും അവർ വീണ്ടും അനാഥരെ പോലെ ഇങ്ങനെ ഒരു അലഞ്ഞു തിരിഞ്ഞ് മാതാപിതാക്കൾ നടക്കേണ്ട ചില അവസ്ഥകൾ പലപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് അവരെ എടുക്കുകയാണെങ്കിൽ പ്രായമായ ഒരു ഇത്ര വർഷം ഈ സ്റ്റേറ്റിന് വേണ്ടി അവർ അധ്വാനിച്ചിട്ടുണ്ട്, അവർ നികുതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കേരളത്തിൻ്റെ ആയിക്കോട്ടെ ഇന്ത്യയുടെ ആയിക്കോട്ടെ ഡെവലപ്പിന് വേണ്ടി ഈ പ്രായമായ മാതാപിതാക്കൾ അവരുടെ ആയ കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊരു കെയർ കൊടുക്കാം, അവർക്ക് വേണ്ട ജീവിത നിലവാരം ഉറപ്പാക്കി കൊടുത്താൽ അതൊരു കുടുംബത്തിൻ്റെ പേരിലേക്ക് കൊടുക്കാണ്ട് ഒരു സ്റ്റേറ്റ് നോക്കുന്നൊരു കാര്യം വിദേശ നാടുകളിലൊക്കെ പലപ്പോഴും കാണുന്നുണ്ടല്ലോ. അത്തരത്തിൽ നമ്മുടെ കേരളത്തിലും ഈ ഒരു വയോജന വകുപ്പ് വഴി ആ ഒരു എന്താ പറയുക ഒരു വികസന കാഴ്ചപ്പാടിലേക്ക് മാറും എന്നൊരു പ്രതീക്ഷ അല്ല സ്വപ്നം കാണാനായിട്ട്. അവിടുത്തെ സ്റ്റേറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു സോഷ്യൽ ഇൻഷുറൻസും ആണ്. ഓൾഡ് ഏജ് ചിലയിടത്തൊക്കെ 5 വർഷം താമസിച്ചാൽ മതി, പിന്നെ ഇൻഷുറൻസ് സ്കീമോട്ടായി. പ്രായമായി കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഗവൺമെന്റ്. അവിടെയൊക്കെയാണ് നമ്മൾ ഈ ബസ് യാത്രയൊക്കെ ഫ്രീ വായിച്ചെടുക്കേണ്ടത്. പൊതുഗതാഗതം പൊതുസ്വത്താണ്, പൊതുഗതാഗതം പൊതുസ്വത്താണ്. ഞാൻ പറയും ഇപ്പോൾ സ്ത്രീകൾക്ക് കൊടുത്ത്, കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുത്ത്, കുറച്ച് കഴിയുമ്പോൾ സീനിയർ സിറ്റിസൺസിന് കൊടുത്ത്, പൊതുവെ അവസരം എല്ലാവർക്കുമായി മാറുന്നു. പൊതുഗതാഗതം പൊതുസ്വത്താണ്. അപ്പൊ അതോടൊപ്പം തന്നെ വീട് സർക്കാർ സ്വകാര്യ ഗതാഗതത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 50% അവർക്ക് ടാക്സ് കുറച്ചു, നികുതി കുറച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് മറ്റേ അവിടെ 600 കോടി KSRTCക്കും കൊടുത്തു. എല്ലാവരുടെ ചോദ്യങ്ങൾ അതാണല്ല, മുങ്ങിത്താഴ്ന്ന KSRTC എന്ത് ചെയ്യും, ഈ കപ്പൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും. മറ്റൊരു വശത്ത് സ്വകാര്യ ബസ്സുകൾ. ഇത് രണ്ടിനെയും തൽക്കാലത്തേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിൽ ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ മറുവിഭാഗത്തെ വയോജനങ്ങളുടെ ഇൻഷുറൻസും അവരുടെ ക്ഷേമം, ആരോഗ്യ പരിപാലനം, അവരുടെ ഭക്ഷണം, അല്ലേ, അവരുടെ ആശങ്കകൾ തീർക്കത്തക്ക വിധത്തിലുള്ള ഒരു വയോജന ഡിപ്പാർട്ട്മെന്റ് ഇനി അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വയോജന ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴത്തേക്കും ആ മന്ത്രാലയത്തിന് എന്തായാലും കുറച്ച് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടും. ആ കമ്മിറ്റികൾ ഒരുപക്ഷെ ഇതിന്റെ ഓടും ഭാവവും ഒക്കെ തിരഞ്ഞെടുത്ത് ശരിയാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഒന്ന് വിദേശത്തുള്ള മക്കൾക്ക് ആശങ്കയില്ലാതിരിക്കാൻ മൈ പേരൻസ് ആർ ടേക്കിംഗ് കെയർ ഓഫ് ദെം. രണ്ട്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നൊരു ബന്ധമാണല്ലോ കുടുംബം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറയും മക്കൾ ഉണ്ടാകുന്നത് മക്കളുടെ തീരുമാനമല്ലായിരുന്നു, മാതാപിതാക്കൾ എടുത്ത തീരുമാനമാണ് ഞങ്ങൾ മാതാപിതാക്കളാകുന്നത്. ചിൽഡ്രൻ കെയിം നോട്ട് ബിക്കോസ് ഓഫ് ദെയർ ചോയ്സ് ബട്ട് ബിക്കോസ് പേരൻസ് ദേ ചൂസ് ടു ബി പേരൻസ്. ഞങ്ങൾ മാതാപിതാക്കളാകണമെന്ന് അവരെടുത്ത തീരുമാനം, അതുകൊണ്ട് അങ്ങോട്ട് ഒഴുകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മക്കളിലേക്കാണ് ഒഴുകേണ്ടതെന്ന് പറഞ്ഞു എല്ലാ സ്നേഹവും.
കാരണം മറിച്ച് ഈ സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങിയവര് ഉറക്കം ഇല്ലാണ്ട് ഞങ്ങളെ പരിഹരിച്ച് ഞങ്ങളെ ഏറ്റുവാങ്ങി ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ ആരൊക്കെയോ ആയി എന്തൊക്കെയോ ആയപ്പോഴത്തേക്കും ഈ സ്നേഹത്തിന്റെ ഒരു തിരിച്ച് റിട്ടേണാണ് മക്കളിൽ നിന്ന് വരേണ്ടത്. ഇത് രണ്ടും കൂടി സമ്മിശ്രമാണ് നമ്മൾ ഫാമിലി ലൈഫിന്റെ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. അവിടെ പ്രശ്നങ്ങളുണ്ട്, വഴക്കുകളുണ്ട്, അസ്വസ്ഥമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ഇതിന്റെ ഇടയിലും സ്നേഹത്തിന്റെ ഒരു അല്ലെ ത്രെഡ് അവിടെ കിട്ടണം. ആ ത്രെഡ് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആയിരിക്കും റിലേഷൻഷിപ്പ്. അതെ, എന്തായാലും ഈ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. ഒപ്പം എന്നെ തോന്നിപ്പിച്ച ഒരു വിഷയം വെച്ചാൽ ഒരുപാട് ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ ഉണ്ടെങ്കിൽ കൂടി ഫ്രീ കൊടുത്തുള്ള ഒരുപാട് ക്ഷേമ പെൻഷനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് നിന്ന് മാറിയിട്ട് വികസനം അല്ലെങ്കിൽ ഉള്ള ആളുകൾക്ക് കൂടുതൽ വികസനം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ അവർക്ക് പല മേഖലകളും തുറന്നു കൊടുക്കുക, അത്തരത്തിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റായിരുന്നു മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ കാർഷിക കാര്യങ്ങൾ അതായത് ഈ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നറിയാമോ, നമ്മളെപ്പോഴും ഒരു ഗുണഭോക്താവിന്റെ തലത്തിൽ നിൽക്കും, ബെനിഫിഷ്യറി തലത്തിൽ നിൽക്കും. ഇനി എന്ത് കിട്ടും, ഇനി എന്ത് കിട്ടും, ഇനി എന്ത് കിട്ടും. മറിച്ച് കോൺട്രിബ്യൂട്ടർ തലത്തിലേക്ക് മാറണം. അത് കൊടുക്കാൻ പറ്റും എന്റെ രാജ്യത്തിന്, എന്റെ എക്കോണമിക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും. സോ ബെനിഫിഷ്യറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ടറിലേക്കുള്ള ഒരു വളർച്ചയുണ്ട്. അപ്പൊ കൊടുത്ത് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. കൊടുക്കുന്നവർ എന്നും കൊടുത്തോണ്ടിരിക്കും, മേടിക്കുന്നവരെന്നും മേടിച്ചോണ്ടിരിക്കും. ഞങ്ങൾ എക്കണോമിക്സിൽ പറയും കൊടുത്തവരെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. മറിച്ച് സൃഷ്ടിക്കാൻ തക്കവിധത്തിൽ അവരെ വളർത്തിയെടുക്കുക, അവരെയാണ് വികസനം എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്നല്ല ഇപ്പൊ നിജ പറഞ്ഞ വികസനം എന്ന കാഴ്ചപ്പാട്. അപ്പൊ കോൺട്രിബ്യൂട്ടറി ആകാൻ, വികസനത്തിന് കോൺട്രിബ്യൂട്ടറി ആകാൻ തക്കവിധത്തില് ക്ഷേമം സൃഷ്ടിക്കുക എന്നുള്ളതാണ് വെൽഫെയർ. ക്ഷേമം സൃഷ്ടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വികസനം. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നി. കാരണം സ്ത്രീകൾക്ക്, മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ സ്ത്രീകൾക്ക് മത്സ്യ വിപണനത്തിന് വേണ്ടിയുള്ള വാഹനങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അവരെ മറ്റൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സംരംഭത്തിലേക്ക് സർക്കാർ തന്നെ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അവരതിലൂടെ അവർ സ്വയം സംരംഭം തുടങ്ങുകയും ജോലി ചെയ്യുകയും അത്തരത്തിൽ അവർ സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു വഴി സർക്കാർ കൊടുക്കുന്നു അല്ലെങ്കിൽ ബജറ്റ് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ പലപ്പോഴും ഇതിൽ നിന്ന് കണ്ടത്. എന്തായാലും ഒരു എക്കോണമിയുടെ നട്ടെന്ന് പറയുന്നത് സംരംഭകരാണ്. ഒരു എക്കോണമിയുടെ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഓണ്ടർപ്രണർ ഈസ് ദ ഹീറോ ഇൻ ദ ഡ്രാമ ഓഫ് ഡെവലപ്മെന്റ്. വികസനം എന്ന നാടകത്തിന്റെ നായകൻ സംരംഭകനാണ്. ഈ സംരംഭത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബശ്രീയൊക്കെ ലക്ഷ്യമിട്ടത്. അങ്ങനെയാണ് കേട്ടോ. കുടുംബശ്രീയൊക്കെ തുടങ്ങുമ്പോൾ ലക്ഷ്യം അതായിരുന്നു, സ്ത്രീകളെ വെറുതെ ഒരു ഗുണഭോക്താവിന്റെ തലത്തിൽ നിർത്താതെ ഒരു സംരംഭകന്റെ തലത്തിലേക്ക് ഉയർത്തിയെടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഈ ബജറ്റിലൂടെയൊക്കെ നമ്മൾ റീഡ് ഇൻ ബിറ്റ്വീൻ ലൈൻസ്, ബജറ്റിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴും ഇതിനുള്ള പരിശ്രമമാണ് ഇതിനകത്ത് കിടക്കുന്നത്. എല്ലാവരും ഒരു കോൺട്രിബ്യൂട്ടറി ആക്കി, ഒരു സംരംഭകത്വത്തിലേക്കാക്കി, ഒരു ഓണിങ്, സെൻസ് ഓഫ് ഓണിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. സെൻസ് ഓഫ് ഓണിങ്, ബിലോങ്ങിങ്. എന്റെയും കൂടിയാണ് കേരളം, ഞാനും കൂടിയാണ് കേരളം, ഞാനും കൂടി ശ്രമിക്കുന്ന കേരളം നന്നാകാൻ. ഈ ഒരു ചിന്ത ഉടലെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വി ഡി സതീശന്റെ ബജറ്റിന്റെ ഈ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുന്നതാണ് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ ഈ ഒരു ബജറ്റിനെ കുറിച്ച് ഇത്ര സംസാരിച്ചു. ടീച്ചർക്ക് തോന്നിയിട്ടുള്ള ബജറ്റിൽ ഒരു ബാഡായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോശമായ ഡിമെറിറ്റ് എന്താണ്? കാരണം നമുക്കിപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ ധവളപത്രത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ നികുതി വരുമാനം അത് ദേശീയ ശരാശരികളും കുറവാണ്. ഒപ്പം കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് ബാധ്യത ഉണ്ട്. ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ ചില വിഷയങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1000 രൂപ വെച്ച് കഴിഞ്ഞ LDF സർക്കാർ സ്ത്രീകൾക്ക് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് നൽകി പോന്നിരുന്നു. അതിനെക്കുറിച്ച് ഈ ബജറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞൊരു 3 മാസം LDF സർക്കാർ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളിലെന്തോ കൊടുത്തിരുന്നു സ്ത്രീകൾക്ക് 35 വയസ്സ് കഴിഞ്ഞവർക്ക്. പിന്നെ കോളേജ് കുട്ടികൾക്ക് 1000 രൂപ പോക്കറ്റ് മണിയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചും ഇതിനകത്ത് പരാമർശമില്ല. അപ്പം അങ്ങനെ ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഏതാണ് ഇതിനകത്തൊരു ഡിമെറിറ്റ് ആയിട്ട് അങ്ങനെ ടീച്ചർ കണ്ടിട്ടുള്ളത്? അങ്ങനെയല്ല, നമ്മൾ വായിക്കുമ്പോഴല്ല ഈ ഇന്ദിരാഗാന്ധിന്റെ 6 ഉണ്ട്, 2 പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 6 പ്രഖ്യാപിച്ചിട്ടുണ്ട്, 2 ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതേഴ്സ് ആർ ഓൺ ദ വേ എന്ന് വേണം നമ്മൾ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലതൊക്കെ പ്രഖ്യാപിക്കുമെന്ന് നടപ്പിലാകുമെന്ന് വിചാരിച്ചൊന്നും അതിനകത്ത് കാണുന്നില്ല. ഒരു പക്ഷേ ഒരു ഇടക്കാല ബജറ്റ് ആയതുകൊണ്ടായിരിക്കാം.
മറിച്ച് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മൈനസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു ഇച്ഛാശക്തിയുള്ള ആർജവമുള്ള പൗരബോധമുള്ള ഒരു ജനം വേണം. അതാണ് നമുക്ക് സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പൗരബോധമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ജനം വളർന്നു വന്നാൽ മാത്രമേ ഈ പറഞ്ഞതെല്ലാം നടപ്പിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം നടപ്പിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വലിയ പാടാണ്. ഞാൻ മൈനസ് ആയിട്ട് കാണുന്നത് അങ്ങനെയുള്ള ജനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളം പറയുന്നത്. ആ ഉയർത്തെഴുന്നേൽപ്പ് നടന്നില്ലെങ്കിൽ നമുക്ക് ദൂരവ്യാപകമായ ഫലങ്ങളെ, സാമ്പത്തികം മാത്രമല്ല സാമൂഹ്യപരമായ രാഷ്ട്രീയപരമായ ദൂരവ്യാപകമായ ഫലങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ജനം വീണ്ടും ഇവിടുന്ന് ഒഴുകേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാനൊരു ന്യൂനതയായിട്ട് കാണുന്ന ഇച്ഛാശക്തിയുള്ള, ആർജവമുള്ള, കമ്മിറ്റ്മെന്റ് ഉള്ള, ഒരു വിശ്വസ്തതയുള്ള, ഊറുള്ള ജനത്തിന്റെ ഉണർത്തെഴുന്നേൽപ്പൊരു ആവശ്യം. തീർച്ചയായിട്ടും നമ്മുടെ കേരളം എന്ന് കണ്ട് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഒപ്പം നമ്മുടെ വികസനത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായാൽ, ഒപ്പം തന്നെ നമ്മുടെ യുവജനങ്ങൾക്ക്, കുട്ടികൾക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതിലേക്ക് അവസാനം ഒന്നുകൂടി വരാണ്. അതായത് വി.ഡി. സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റികളെ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളെ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് പല വിഷയങ്ങളും പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ കുട്ടികൾ പറയുന്ന വിഷയങ്ങളായിരിക്കാം, മുതിർന്നവർ അവരുടെ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതെല്ലാം ഈ ഒരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പല മേഖലയിൽ കൊണ്ടുവന്നിരുന്നു. ഈവൻ നമ്മുടെ ഷുഗറുള്ള കുട്ടികൾക്ക് അവർക്ക് വരുന്ന മരുന്നുകൾ, അതിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി കുറഞ്ഞെന്ന് ഒരു കുട്ടി പറഞ്ഞ ഒരു കാര്യം, ആ കാര്യം പോലും ഈ ഒരു ബഡ്ജറ്റിൽ സർക്കാർ, വി.ഡി. സതീശൻ സർക്കാർ ഉൾപ്പെടുത്തി എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു മീറ്റിങ്ങിൽ ഒരു കുട്ടി പറയുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഷുഗറുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻസുലിൻ. അതിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയ സംഭവമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്വാളിറ്റി കുറഞ്ഞതും കിട്ടാതെയും വരുന്നു. അതുപോലും ഈ ഒരു ബഡ്ജറ്റിൽ അദ്ദേഹം ഉൾപ്പെടുത്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പോലും ഒരു പ്രതീക്ഷയാണ്. ഈ ഒരു ബഡ്ജറ്റിലൂടെ എന്തായാലും അത് സാക്ഷാത്കരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സർക്കാരിന് സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആഗ്രഹിച്ചെടുത്ത ഒരു വകുപ്പ് തന്നെയാണ് ധനവകുപ്പ്. മുഖ്യമന്ത്രി ആവുന്നതോടൊപ്പം തന്നെ എനിക്ക് ധനവകുപ്പ് തന്നെ വേണം, അത് മതി എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളതുകൊണ്ട്. കാരണം എല്ലാ മേഖലയിലേക്കും വികസനം എത്തിക്കണമെങ്കിൽ ധനവകുപ്പ് കയ്യിൽ വേണമെന്നൊരാഗ്രഹം, അതിനുള്ള ആദ്യപടി അദ്ദേഹം തുടങ്ങി തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ടീച്ചർ ഒരുപാട് നന്ദി. ഇത്രയും കാര്യങ്ങളും ഒപ്പം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു എക്കണോമിക്സ് ലെവൽ, സാമ്പത്തിക ശാസ്ത്ര ലെവലിൽ നിന്നുള്ള എല്ലാ ആൻസേഴ്സും ഞങ്ങൾക്ക് തന്നു. ഒരുപാട് നന്ദി ടീച്ചറെ. താങ്ക് യു. നേർക്കാഴ്ചയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. നന്ദി.